സൈലന്റ് ലേണിംഗ് അക്ഷയ് സാർ ആണ്. മക്കളെ, നമ്മൾ പ്രധാനപ്പെട്ട 4 മാർക്ക്, അതായത് നമ്മുടെ 7 CBSEയിലെ വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പരിശോധിക്കും. അതുവഴി വിലപ്പെട്ട 4 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണണം. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ സെഷൻ. സോ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? വൈ ഡു വെയിൻസ് ഹാവ് തിൻ വാൾ കമ്പയർഡ് ടു ആർട്ടറി? അപ്പൊ ആർട്ടറിക്ക് വലിയ വീതിയുള്ള വാളുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം, ഇവിടെ നോക്കിക്കേ, ഇത് വെയിനാണ്, ഇത് ആർട്ടറിയാണ്. അപ്പൊ ആർട്ടറിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വാള് എന്ന് പറയുന്നത് കുറച്ച് വീതി കൂടുതലാണ്. വെയിനിനെ സംബന്ധിച്ചിടത്തോളം വെയിനിന് വീതി എന്താണ്? കുറവാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടറി എന്തു ചെയ്യുന്നു, വെയിൻ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. ആർട്ടറി എന്ന് പറയുന്നത് ഇത് ഹാർട്ടാണെങ്കിൽ, ഹാർട്ടാണെന്ന് വിചാരിക്കേ. ആർട്ടറി എന്താണ് ചെയ്യുന്നത്? ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്ക് പമ്പ് ചെയ്യിക്കുന്നത്, അല്ലെ? പുറത്തേക്ക് ബ്ലഡ് പോകില്ലേ, ഹാർട്ട് പമ്പ് ചെയ്യില്ലേ ബ്ലഡ് പുറത്തേക്ക്. ആ ബ്ലഡിനെ ഹാർട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ആർട്ടറി. റെഡിയല്ലേ? ഹാർട്ടിലെ ബ്ലഡ് പുറത്തേക്ക് പോകില്ലേ? പുറത്തേക്ക് പോകുന്ന ഏത് കൂടിയാ? ആർട്ടറി കൂടിയാ, അല്ലെ? റെഡി. അങ്ങനെ വെയിൻ എന്താ ചെയ്യുന്നത്? ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? വെയിന്. അപ്പൊ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോ വളരെ ശക്തിയിൽ ബ്ലഡ് എന്ത് ചെയ്യും? ആർട്ടറിയിലേക്ക് വരും. മനസ്സിലായോ? ഹാർട്ട് റിലാക്സ് ആവുമ്പോൾ വെയിനിലൂടെ ബ്ലഡ് ഹാർട്ടിലേക്ക് വരും. അപ്പൊ ആ വെയിനിൽ ചെറിയ പ്രഷറേ ഉള്ളൂ, ബ്ലഡിന്റെ പ്രഷർ വളരെ കുറവായിരിക്കും, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സ്പീഡും കുറവായിരിക്കും. പക്ഷെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വിത്ത് ഹൈ സ്പീഡ്, ഹൈ പ്രഷറാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വെയിനിലൂടെ ബ്ലഡ് വരുന്നതോ ലോ പ്രഷറിലും ലോ സ്പീഡിലുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആർട്ടറിയിലൂടെ ബ്ലഡ് പോകുന്നത് ഹൈ സ്പീഡ്, ഹൈ പ്രഷർ. അപ്പൊ ഇത് ആർട്ടറിയുടെ വാൾസ് തിന്നർ ആയാൽ എന്താ പ്രശ്നം വരിക? ആർട്ടറിയുടെ വാൾ ഇവിടെ തിന്നായാലുള്ള പ്രശ്നം എന്താ? ഹൈ പ്രഷറിലേക്ക് കൂടി പോകും. ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആർട്ടറി പൊട്ടിപ്പോകും. മനസ്സിലായ? അപ്പൊ ആർട്ടറിയെ സംബന്ധിച്ചിടത്തോളം ആർട്ടറിയുടെ വാൾ എന്താണ്? തിക്കറാണ്. നോക്കിക്കേ, ആർട്ടറിയുടെ വാള് തിക്കറാണ്. കണ്ട, ഇതിന്റെ ഉള്ളിലെ സ്പേസ് ല്യൂമൻ കുറവായിരിക്കും, പക്ഷെ വാൾസ് തിക്കറായിരിക്കും, സ്മോളർ ഡയമീറ്റർ ആയിരിക്കും. പക്ഷെ വെയിനിനെ സംബന്ധിച്ചിടത്തോളം ലാർജർ ഡയമീറ്റർ ആണ്. ഉള്ളിലുള്ള വീതി കൂടുതലാണ്, പക്ഷെ പുറത്തുള്ളത് എന്താണ്? വാൾസിന്റെ ഇത് തിന്നറാണ്. മനസ്സിലായ? ഇവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ലോ സ്പീഡ്, ലോ പ്രഷർ. ഇവിടെ ഹൈ സ്പീഡ്, ഹൈ പ്രഷർ. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ വെയിനിന്റെ കേസിൽ ഇവിടെ വാൽവുകൾ ഉണ്ട്. വാൽവ് പ്രസന്റ് ആണ്. അവിടെ വാൽവില്ല. അത് മറ്റൊരു വ്യത്യാസമാണ് കേട്ടോ. ഇതിന്റെ ആൻസറിലേക്ക് കിടക്കാം. കാണാം, ആർട്ടറി ആൻഡ് വെയിൻ എക്സ്പീരിയൻസ് ഡിഫറൻസസ് ഇൻ ദി പ്രഷർ ഓഫ് ദ ബ്ലഡ്. പ്രഷർ ഡിഫറന്റ് ആണ്, അല്ലെ? ആർട്ടറിയിലെയും വെയിനിലെ പ്രഷർ ഡിഫറന്റ് ആ. ആർട്ടറിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ വേവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രഷർ ആർട്ടറിയിൽ ഫീൽ ചെയ്യുന്നു, അല്ലെ? ദിസ് ക്യാൻ ബി ഫെൽറ്റ് ആസ് പൾസ്. നമുക്ക് പൾസ് ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ? ആർട്ടറിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പൾസ് ഫീൽ ചെയ്യും. ബിക്കോസ് ദിസ് പ്രഷർ ഓഫ് വാൾസ് ഓഫ് ആർട്ടറി മച്ച് തിക്കർ ആയിരിക്കും, അല്ലെ? ആ പ്രഷർ കൂടുന്നതുകൊണ്ട് ആർട്ടറിയുടെ വാൾസ് തിക്കർ ആണ്. ബിക്കോസ് ഓഫ് ദിസ് പ്രഷർ ദ വാൾ ഓഫ് ആർട്ടറീസ് ആർ മച്ച് തിക്കർ ആയില്ലെങ്കിൽ ആർട്ടറി പൊട്ടിപ്പോകും. അപ്പൊ ആർട്ടറിയുടെ വാൾസ് തിക്കർ, അവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഹൈ പ്രഷറിലാണ്. വെയിന് തിന്നറ, അതിനോട് ബ്ലഡ് ലോ പ്രഷറിലേ പോകുന്നുള്ളൂ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. റെഡി അല്ലേ? മറ്റൊരു ചോദ്യത്തിൽ കിടക്കാം. എന്താ ചോദ്യം? പ്ലാന്റ്സ് ആർ നോൺ ആസ് ദി പ്രൊഡ്യൂസർ, ശരിയല്ലേ, ഓഫ് എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ഗ്രാസ്, ഈറ്റൻ ബൈ ഗ്രാസ് ഹോപ്പർ, ഈറ്റൻ ബൈ ഫ്രോഗ്, ഈറ്റൻ ബൈ snake, eaten by eagle. See the food chain. Grass, eaten by grasshopper. It's eaten by frog, snake and eagle. So ഈ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്, ഓർ ഗ്രാസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. And they are known as producer. Why? Because they prepare food. Correct? The producer or the first trophic level. ഇത് ആദ്യം വരുന്ന ഫസ്റ്റ് ട്രോഫിക് ലെവൽ.
പിന്നീട് സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ, ഫോർത്ത് ട്രോഫിക് ലെവൽ, ഫിഫ്ത്ത് ട്രോഫിക് ലെവൽ. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്ന ഗ്രാസ് പ്രൊഡ്യൂസർ ആണ്. ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. ഓക്കെ, അവർ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡാണ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പാസ് ചെയ്ത് വരിക. സോ അതാണ് ഇതിന്റെ ആൻസർ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഫോട്ടോസിന്തസിലൂടെ ദേ വിൽ പ്രിപ്പയർ ഫുഡ്. ഓക്കെ, അതാണ് അടുത്ത സക്സസീവ് ആയിട്ട് അടുത്ത വരുന്ന ട്രോഫിക് ലെവലിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് ഇസ് ആൻസർ. ഓട്ടോട്രോപ്സ് ആർ ഓർഗാനിസം വിച്ച് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവിടെ പ്രൊഡ്യൂസർ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് ഗ്രാസ് ആയിരുന്നു. പ്ലാന്റ് ആണ് പ്രൊഡ്യൂസർ ഫുഡ് ചെയിനിൽ. ഇറ്റ് ഈസ് ബിക്കോസ് ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ഫ്രം കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അല്ലെ, സൺലൈറ്റ് ക്ലോറോഫിൽ വേണം നമ്മൾ പറഞ്ഞു. അതിനാണ് ഫോട്ടോസിന്തസിസ് പറയാ. ആ ഫുഡാണ് മറ്റെല്ലാ ആളുകളും ഉപയോഗിക്കുന്നത്. റെഡി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ ഇവിടെ 2 മാർക്ക്. ഇപ്പൊ മുകളിലും 2 മാർക്ക്, ഫസ്റ്റ് ചോദ്യത്തിൽ 2 മാർക്ക് ലഭിച്ചു. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് 2 മാർക്ക് അനായാസം നിങ്ങൾക്ക് ലഭിച്ചു. അപ്പൊ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ 4 മാർക്ക് നേടിയെടുത്തു. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ആർട്ടറിക്ക് തിക്കുവാൾ, വെയിന് തിന്നുവാൾ? ആർട്ടറിയിലൂടെ ബ്ലഡ് ഹൈ പ്രഷറിൽ പോകുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഒരു ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസർ അത് പ്ലാന്റ്സ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവർ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നു. ഫോട്ടോസിന്തസിസ് പറയുന്ന പ്രോസസ്സിലൂടെ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിലൊക്കെ ഉപയോഗിച്ച് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവരെ പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം. ഈസി അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട 4 മാർക്ക് നമ്മൾ നേടിയെടുത്തു അല്ലേ? മറ്റൊരവസരത്തിൽ വീണ്ടും കണ്ടുപിട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ്, സൈനിങ് ഓഫ്, ബൈ ആൻഡ് സ്റ്റേ സേഫ്.